ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അറബിക് ട്രഡീഷണൽ ഡിഷായിട്ടുള്ള മഗ്ലൂബയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് വഴുതനങ്ങ 2 എണ്ണം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം പച്ച, മഞ്ഞ, ചുവപ്പ് ഓരോന്ന് വീതം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഒരു 2 എണ്ണം, സവാള 2 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കപ്സ റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് 2 കപ്പ് കപ്സ റൈസും അതുപോലെ തന്നെ 1 കിലോ ചിക്കനുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കപ്സ റൈസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബസുമതി റൈസ് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് മല്ലിയില കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞതും, സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് മത്തങ്ങ ഇച്ചിരി വലിയ പീസായിട്ട് കുറച്ച് പീസ് എടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് സ്പൈസസ് എടുത്തിരിക്കുന്നത് കുരുമുളക്, കറുവപ്പട്ട, ബേ ലീവ്സ്, ഗ്രാമ്പൂ, പെരുംജീരകം അതെല്ലാം കുറേശ്ശെയായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മസാലയായിട്ടുള്ളത് കപ്സ മസാലയാണ്. അതൊരു 3 ടീസ്പൂൺ കപ്സ മസാല എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഡ്രൈ ലെമണും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പച്ചക്കറി എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്നൊന്നും വിചാരിക്കരുത്. ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാത്രം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ മാത്രമാണ്, അല്ലാതെ നമ്മൾ വെളിച്ചെണ്ണയിലൊന്നും ഇത് തയ്യാറാക്കാനായിട്ട് പോകരുത്. അപ്പം ഓയിൽ കുറച്ചും കൂടി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ്. ഞാൻ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചതാണ്. അപ്പോൾ അതിലേക്ക് ഇത് നമ്മൾ സവാളയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ റൈസിലൊക്കെ ഉപ്പില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കപ്സ മസാലയാണ്. അപ്പോൾ അതൊരു 3 ടീസ്പൂൺ ചേർക്കുക. കപ്സ മസാല അല്ലെങ്കിൽ അറബിക് മസാല അപ്പോൾ നമുക്ക് അടുത്തുള്ള ഷോപ്പുകളിലൊന്നും അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. അതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ ഉണ്ട്. അപ്പം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ്. തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പം ചിക്കനൊക്കെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഒരു മീഡിയം വലിപ്പത്തിലാണ്. അപ്പോൾ ഇനി ചിക്കനും കൂടെ ചേർത്ത് നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ ഈ റൈസിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസിൽ നിന്ന് കുറച്ചാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ബാക്കി നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാനുണ്ട്. അപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസൊക്കെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് മത്തങ്ങയാണ്. മത്തങ്ങ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി വലിപ്പത്തിലാണ് നമ്മൾ മത്തങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ റൈസിൻ്റെ കൂടെ തന്നെ അത് നന്നായിട്ടങ്ങ് നല്ലതായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞതിൽ നിന്ന് കുറച്ചെടുത്തു. അതുപോലെ തന്നെ ക്യാരറ്റും കുറച്ചെടുത്ത് നല്ലതായിട്ട് നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം ഉടനെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഈ വെജിറ്റബിൾസും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് നമ്മൾ കുറച്ച് നേരം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അത് നേരെ തന്നെ ഈ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. കുരുമുളകും നമ്മൾ ആ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കറുവപ്പട്ട, ബേ ലീവ്സ് അതെല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ലെമൺ 3 എണ്ണമുള്ള അതും ഇതിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ എടുക്കുന്നത് പോലെ തന്നെ എടുക്കുന്ന റൈസിൻ്റെ ഇരട്ടി വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ഇടുന്നതുകൊണ്ട് ഒരു ലേശം വെള്ളം കുറച്ചിട്ടുണ്ട്. അപ്പം 2 കപ്പ് റൈസ് എടുത്തത് കൊണ്ട് ഞാനൊരു 3.25 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇനിയിപ്പം നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചിക്കനെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതിനകത്തുനിന്ന്. അപ്പോൾ ഈ ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ അടങ്ങിയിരിക്കുന്ന ഈ വെള്ളത്തിലേക്കാണ് നമുക്കിനി കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി അരി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിക്കനെല്ലാം ഞാൻ ഇതിനകത്തുനിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി റൈസ് ഈ നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് കിടന്നതും അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസും ഒക്കെ ഇട്ടിരിക്കുന്ന ഈ വെള്ളത്തിൽ കിടന്നിട്ടാണ് വേകാൻ പോകുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോൾ അത് 2-3 ചെറിയ പീസുകളായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ ഞാനിത് കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തെങ്കിലേ നമുക്കത് നല്ല ഒരു മഗ്ലൂബയുടെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ.
അപ്പോൾ നമ്മളൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ റൈസ് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പം വെള്ളം ഇനിയും നന്നായിട്ട് വറ്റി വരാനുണ്ട്. അപ്പം ഇനിയും നമ്മളിത് ചെറിയ തീയിൽ മാത്രമേ ഇതിട്ട് വേവിക്കാവൂ. തീ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റൈസിൻ്റെ വേകുന്നതിൻ്റെ ഒന്നും കണക്ക് ശരിയാകത്തില്ല. അപ്പോൾ ചെറിയ തീയിൽ കിടന്നിട്ട് ഇതിങ്ങനെ വെന്ത് നമുക്ക് കിട്ടണം. വേണ്ടല്ലേ, ഇപ്പം നന്നായിട്ട് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 30 മിനിറ്റോളം വളരെ ചെറിയ തീയിലിട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ വെക്കുന്ന സമയത്തൊന്ന് നോക്കുക, നമ്മൾ ഇതിൻ്റെ റൈസൊന്നും ഇടയ്ക്ക് അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ റൈസ് നല്ല സ്റ്റൈലായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ സ്പൈസസിൻ്റെയൊക്കെ മണം കാരണം ഒരു രക്ഷയില്ല, നല്ല ഒരു ടേസ്റ്റ് ഇപ്പം തന്നെ ഫീൽ ചെയ്യുവാണ് കേട്ടോ. അപ്പം ഇനി നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കപ്സ മസാല തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ നാരങ്ങാ നീര് ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ചിക്കൻ്റെയൊക്കെ ഒന്ന് കളറൊക്കെ ഒന്ന് മാറിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറുതായിട്ട് ഒരു 2 ഡ്രോപ്സോളം നമ്മൾ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, റെഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, നമ്മുടെ ചിക്കനിലൊന്ന് പിടിപ്പിച്ച് വെക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും പിടിപ്പിച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം കണ്ടില്ലേ, നമ്മുടെ മസാലയൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം വെന്ത ചിക്കനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസും നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെക്കണം. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല, കാരണം ഒത്തിരി ലെങ്തി ആക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ചിക്കൻ വറക്കുന്നത് പോലെ തന്നെ നമ്മൾ ബാക്കി വെജിറ്റബിൾസും കൂടെ ഇതുപോലെ തന്നെ വറുത്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് റൈസ് ഞാൻ ഇച്ചിരി റെഡ് കളറിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് കണ്ടില്ലേ, റെഡ് കളറൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഞാൻ മഗ്ലൂബ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അടിക്ക് ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം ഫ്രൈ ചെയ്തിട്ടു. ഇനി അതിലേക്ക് നമുക്ക് റൈസ് കുറച്ച് കോരി സെറ്റ് ചെയ്തിടാം. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് റൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിലേക്ക് കുറച്ച് റെഡ് കളറുള്ള റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊരു ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ റൈസിനൊരു യെല്ലോ കളറായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മഞ്ഞൾപ്പൊടി വേണമെങ്കിലും കലക്കി ഒഴിച്ചാൽ മാത്രം മതിയാവും. ഇതിലേക്ക് നമ്മൾക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനും ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ബിരിയാണിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ബിരിയാണിയുടെ ഗ്രേവി ഇടുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ വെജിറ്റബിൾസാണ് ഇതിനകത്ത് ഇടുന്നത്. വെജിറ്റബിൾസും ഫ്രൈ ചെയ്ത ചിക്കനും. ഇനി വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. മണം കാരണം ഒരു രക്ഷയില്ല. നമ്മുടെ മഗ്ലൂബയ്ക്ക് നല്ല മണവും അതുപോലെ തന്നെ നല്ല വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പം നമ്മുടെ മഗ്ലൂബ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയില ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇടേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ അറബിക് ട്രഡീഷണൽ ഡിഷ് മഗ്ലൂബ നല്ല കളർഫുള്ളായിട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്കിനി പുതിയ ഒരു വീഡിയോയുമായിട്ട്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത തവണ കണ്ടുമുട്ടാം. അപ്പം നമ്മൾ ഈ മഗ്ലൂബ റെഡിയാക്കിയത് ഞങ്ങളുടെ വീട്ടിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ടും ഹസ്ബൻഡും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പം അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് തയ്യാറാക്കി നോക്കുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. എങ്ങനെയുണ്ട് ജിസ? സൂപ്പർ. ഞാൻ പ്രത്യേകിച്ച് പറയുന്നു.